ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയോട് പോവാം. ഇതിലൂടെ ഞാൻ ക്യാരറ്റ്, അതുപോലെ തന്നെ വെള്ളരിക്ക, അതുപോലെ തന്നെ സവാള ഇത്രയും എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മയണൈസാണ്. ഞാൻ ഇത് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അവിച്ച മുട്ട ഉണ്ടല്ലോ, അവിച്ച മുട്ട കൊണ്ട് എണ്ണയൊക്കെ വളരെ കുറച്ച് ചേർത്തിട്ട് ഉണ്ടാക്കിയ ഒരു മയണൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്കാണ് ഈ മയണൈസ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല വൃത്തിയായി ഇതൊന്ന് യോജിപ്പിച്ച് ചേർക്കണം. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്നിട്ട് മിക്സ് ആവാനായിട്ട് ഒന്ന് യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കാമേ. ഇതുപോലെ എല്ലായിടത്തും കൂടെ പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് യോജിപ്പിച്ച് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇപ്പം ഇത് എല്ലായിടത്തും ഒന്ന് മിക്സായി വരുന്നുണ്ട്. അതായത് എല്ലാ വെജിറ്റബിൾസിലും ഇതൊന്ന് പിടിക്കണം, എങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ ഇപ്പം 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ എല്ലാത്തിൻ്റെയും സൈഡ് നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാമേ. അപ്പം ഞാനാണെങ്കിൽ ആദ്യം ഒരു ബ്രെഡ് എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. സൈഡ് നമുക്ക് ആവശ്യമില്ല, ഒരു സൈഡ് കട്ട് ചെയ്ത്. അപ്പം ഈ സൈഡും പതുക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ട് കാണാം. അപ്പം ഞാൻ 6 ബ്രെഡും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ക്രംസിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേത് മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമില്ല എങ്കിലും ഞാൻ മാറ്റി വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എടുക്കാം. അപ്പം നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കൂട്ട് ഒരു ബ്രെഡിൻ്റെ മണ്ടയിലോട്ട് നല്ല വൃത്തി തേച്ച് കൊടുക്കണം. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമല്ലോ, അതുപോലെ നല്ല വൃത്തി ഒന്ന് തേച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് എടുത്ത് ഇതിൻ്റെ മണ്ടയിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ ചെയ്യും പോലെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ തക്കാളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വേറെ രീതിയിൽ ഞാൻ കാണിക്കാം. ഇതുപോലെ തന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തക്കാളി പീസുകളുണ്ടല്ലോ അതെടുത്ത് വെക്കാം. നമുക്ക് റൗണ്ടിനും കട്ട് ചെയ്യാം, ഞാനിതിപ്പം നീളത്തിന് കട്ട് ചെയ്തതേ ഉള്ളൂ. ഞാനിപ്പം ഒരു ബ്രെഡിൻ്റെ മണ്ടയിൽ 3 പീസ് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ ഈ ഫില്ലിങ് നമുക്ക് ഒരു ബ്രെഡിൻ്റെ മണ്ടയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ പരസ്പരം നമ്മൾ എന്ത് ചെയ്യും, ഒട്ടിച്ച് വയ്ക്കും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒട്ടണ്ട, നമ്മളിങ്ങനെ ചേർത്തങ്ങ് വെച്ചാൽ മതി. ഇപ്പം ഞാൻ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇത് ഞാനാണെങ്കിൽ ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രൈഡ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് എണ്ണയിൽ മുക്കിപ്പൊരിച്ചത് അല്ല, നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുമല്ലോ, അതായത് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമല്ലോ, ടോസ്റ്റ് ചെയ്തതും അല്ലാത്തതാണ്. അപ്പം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മളെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തതും ഇപ്പുറത്തിരിക്കുന്നത് അല്ലാത്ത റെഡിയാക്കിയതാണ് കേട്ടോ. ഒന്നിൽ മാത്രം, അതായത് ഇതിൽ മാത്രമേ ഞാൻ തക്കാളി വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം തക്കാളി ഇല്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കൂടെ കാണാമേ. ടാറ്റാ.